गाइस, मेरा नाम अजय मेरा नाम हरभजन सिंह और आज हम कर रहे हैं तदरम का नेक्स्ट सीन रिएक्शन। तो चलो देखते हैं। चलिए देखते हैं आगे क्या होता है। हाँ, इसको बुला लिया था ना। मुझे लगा मार वार दिया होगा अब तक। 36 വർഷമായിടാ മനസ്സിലായി ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ. നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. ഞാൻ ഇവിടെ കിടന്ന് പെയ്ത് പറക്കിയിട്ട് ഒരു കാര്യമില്ല. നീയൊക്കെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു അറിയണേ? അനുസരിക്കും കേട്ടടി അഴിഞ്ഞാട്ടക്കാരി. നാമി പവി വധക്കേസിൽ പോലീസിലെ നിർണായക നീക്കം. പവിയുടെ അമ്മ ലളിത ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മദ്രാസിൽ നിന്ന് ഏതോ ഒരുത്തൻ ചത്തേന്റെ പേര് സിനിമയിൽ നിർത്തി നാട്ടി വന്നതും പിന്നെ ആ ചത്ത ഇഴവന്റെ ആക്രി കാറിന്റെ കഥ വരെ നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഇനിയും കുറെ കഥകൾ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും പറയാനുണ്ടാവും. അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന അവന്റെ ഭാര്യ പറഞ്ഞിട്ടാ ലളിത. വലിയവരുണ്ടായ ചെക്കനിൽ പറയേണ്ട കാര്യമില്ല. ഓടിക്കിട്ടിയ ചാക്കാണ് ഈ കേസ് നിർണായക വഴിത്തിരിവായി. ആ ചാക്കിൽ കണ്ട ഭാഗ്യമായ ആ സ്ഥാപനത്തിന്റെ പേര് പവിത്ര മിശ്ര സ്ഥാപനത്തിന്റെ പേരാണ്. ഞാൻ പറഞ്ഞവരുടെ സുഹൃത്തെ മകൾ നോക്കില്ലേ, പ്ലീസ് കേൾക്കൂ. പള്ളിപ്പിഴ സ്റ്റേഷനിൽ നിന്നും രാമിപ്പിഴ സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ആണ്. അവിടെ നിന്നാണ് ആ കുടുംബത്തിലേക്ക് കേസ് അന്വേഷണം തുടങ്ങുന്നത്. പിന്നെ മരിച്ച പയ്യൻ ലളിതാനസ്ത്രീയുടെ ആദ്യ വന്നാണ്. സംഭവം നടത്തുന്നത് പോലീസ് വിശ്വസിക്കുന്ന അതേ ദിവസം ഷൺമുഖയെയും കാണുകയും പുരക്കയെ ഭാഗത്ത് കണ്ടതായി ഈറ്റക്കോട്ടത്തെ ഒരു ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. ഞാൻ എല്ലാരോടും ഇങ്ങനെയാണ് മനസ്സേ. ഇത് ജോർജ് നിനക്ക് വെച്ച കേസിൽ മുഖ്യപത്തിൽ എഴുതിയിൽ നിന്നും മൊഴികൾ എടുത്തു. അന്വേഷണം രണ്ടാമത്തെ ഷൺമുഖനിലേക്ക്. എന്റെ ഈ കമ്പിക്കഥ മതിടാ. മലയാളിക്ക് നിന്നെ അവര് ആഘോഷിക്കും, പിന്നെ നശിപ്പിക്കും, പിന്നെ ഇനി ഞാൻ പറയും, നീ കേൾക്കും. കൊഴുത്തപ്പോ ചേട്ട മുഖപ്പിനാണ് അമുക്കിന് പിടിക്കില്ല. ആദ്യം നിനക്കത് സുഴിച്ചു, പിന്നെന്തേ നിനക്ക് കുറ്റബോധം തോന്നിയോ? കൊണ്ടുവന്ന് ചേട്ടന്റെ കൊച്ചിനെ പറയേണ്ടി വരുന്നു. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല മനസ്സ് പറഞ്ഞതല്ലേ, സമ്മതിക്കണി. നിന്റെ ചേട്ടനെ കൊന്ന നിന്റെ തന്താണെന്ന് കൊണ്ട് സമ്മതിക്കണി. പിഴച്ചവളെ അവളെ കേറി പിടിച്ചില്ലേ, സകല വ്യാളി പിള്ളേർക്കും കൈപ്പണിക്കുള്ള ചരക്കായി നിന്റെ മോളെ ഞാൻ മാറ്റി. मरेगा।
ये बड़ी सही है। ओहो, ആട്ടങ്ങളാ നീ മോർച്ചറിയിൽ ചത്തളിഞ്ഞു കിടക്കുന്ന നിന്റെ മോനെ വേണേ കൂടവാ കത്തിക്കാനെങ്കിലും തന്നുകൂടവാ. बस कर लो। प्रीमेडिटेट था इसके मिल का वो गोली लिया सब। ആരും പടങ്ങളൊന്നും എടുക്കരുതേ പ്ലീസ്. പ്രതിക്കൊരു പ്രൈവസി വേണ്ടേ? കുറ്റം സമ്മതിക്കാതെ നമ്മളെ പിടിക്കോ? ഇല്ല. നമ്മളെ കോടതിയിൽ ഹാജരാക്കും. മൂടിക്കെട്ടി ഇറക്കണ. मारेगा इसको क्या बहुत അഴിച്ചു മാറ്റി കൊച്ചിന്റെ നല്ലനെ മുന്നിൽ കൊണ്ടിരുത്ത അവരൊന്ന് കാണട്ടെ. എങ്ങനെയാണ് ചെക്കാനൊന്നും എങ്ങനെ പറ്റിയത്? നിന്റെ മോനല്ലേ അതെന്റെ നീ ഇവിടെ സംഭവിച്ചാ മതി. നമുക്ക് ഇതിനൊക്കെ ഒരു തീരുമാനമാക്കാം. ഏറ്റോടാ ഏറ്റോ എടാ സാറേ പണി ഇറക്കല്ലോടാ. ഈ പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെയൊക്കെ കയറി തൊട്ടാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മീഡിയനൊക്കെ വിളിച്ചു കൂട്ടി ആ തള്ളയും മകളെയും കുറിച്ച് ഇല്ലാക്കാതെ നമ്മൾ ഉണ്ടാക്കിയത്? ഞാനങ്ങനെ പലയും പറയൂടാ വന്നീ. തേഞ്ഞപ്പോ ആര് തേഞ്ഞു? സ്വന്തം മകൾക്ക് വയറ്റിലുണ്ടാക്കാൻ നോക്കിയ മകനെ രണ്ടാനച്ഛൻ തലക്കടിച്ചു കാടിന് തിന്നാൻ കൊടുത്തു. ഇനി എടാ കൊന്നാ പാപം തിന്നാ തീരുമെന്നല്ലേടാ ചൊല്ല്. അപ്പോ നമ്മള് കൊന്നു, അവനങ്ങ് തിന്നു. ഹലോ कैसा है वे? അകത്ത് കിടക്കുന്ന ബെൻസും നമ്മളും തമ്മി വലിയ ദൂരമൊന്നുമില്ല സാറേ. അറിയടാ പാലാട്ടി നമ്മൾ ശീലിച്ചു പോയി. കഴിവേറി നീ ഇങ്ങോട്ട് പോരും മോളെ. ഇമാതിരി നിരകേടൊന്നും കോടതിയിൽ നിൽക്കില്ലാട്ടോ ജോർജ് സാറേ. നമ്മുടെ കോടതിയല്ലേ, നോക്കാം.
हेलो ना बहुत सही है. റാന്നി പവി വധക്കേസിലെ പ്രതിയും പവിയുടെ രണ്ടാനച്ഛനുമായ ഷൺമുഖൻ പോലീസ് കസ്റ്റഡിയിൽ. റാന്നി പെരുന്നാട് ഇൻസ്പെക്ടർ ജോർജ് മാത്തന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കമ്പത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഷൺമുഖൻ പോലീസിൽ നൽകിയ പരാതിയിൽ സംശയം തോന്നി നടത്തിയ അന്വേഷണം എത്തിച്ചത്. പവി തന്റെ മകളെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും അവർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്നുമുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു എന്നുമുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എന്താണോ തന്റെ മുഖത്ത് പോലീസുകാര് തല്ലിയതാണോ? എന്താണോ? സാർ അത് പ്രതിയെ കമ്പത്തിൽ നിന്നും പിടിക്കുമ്പോണ്ടായ മുറിവാണ്, പോലീസ് ഇടിച്ചതല്ല. മെഡിക്കൽ റിപ്പോർട്ട് പോകണ്ട സാർ. ഇതൊക്കെ ഉള്ളതാണ്. കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി പ്രതിയെ റാന്നി പെരുന്നാട് പോലീസിന് 5 ദിവസത്തേക്ക് വിട്ടുകൊടുക്കുന്നു. ഈ പ്രതിയെ കൊണ്ടുപോയ പോലെ തിരിച്ചു കൊണ്ടുവരണം. മനസ്സിലായല്ലോ? നെക്സ്റ്റ്. ഇത് എന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ജോർജാടാ. ഓർക്കാൻ പോലും ഈ കഥയിൽ നീ ബാക്കി ഉണ്ടാവില്ല. आज देख के पड़ गए. 36 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം रिटायर भी हो गए. ജോർജ് സാറ് മരണമടയുകയാണ്. പക്ഷെ മരണമടയുമ്പോഴും അഭിമാനം കൈയിടില്ലേ? സാധാരണക്കാരന്റെ ഒപ്പം നിന്ന് അവന് വേണ്ടി അവന്റെ കൂടെ അവന്റെ തണലായി നിന്നതിന്റെ അഭിമാനം. എല്ലാരും പറയും ഈ ജോർജ് സാർ ഒരു മാന്യനാണ്. എന്താണ് ഈ മാന്യത? ആരാണ് ഈ മാന്യൻ? ആരുമില്ലാത്ത വീട്ടിൽ കുളിമുറി കുറ്റിയിട്ട് ഒറ്റയ്ക്ക് കുളിക്കുന്നവരാണോ മാന്യൻ? അല്ല, അയാൾ ഏത് കുളിമുറിയിലും കുറ്റിയിട്ട് കുറ്റിയിടാതെ ഈ ജോർജ് സാർ കുളിക്കും. ജോർജ് സാറിന്റെ റിട്ടയർമെന്റ് ഇവിടെ തരാൻ പറഞ്ഞു. സ്വന്തം അമ്മയെ തല്ലിയാലും 2 പുറകെ വേദന. ഇന്ന് രാത്രി കോട്ടയം ക്യാമ്പിൽ നിന്ന് 5-6 പോലീസുകാർ നമ്മുടെ സ്റ്റേഷനിൽ നീ അവിടെ ഉണ്ടാവണം. യൂണിഫോം വേണ്ട. കോട്ടയം ക്യാമ്പിൽ എന്തോന്നു നിങ്ങൾ ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. നിങ്ങൾ പെൻഷൻ അടിച്ച് DYSP വീട്ടിൽ പോയിരിക്കും. ഞാൻ പൊട്ടണമൊന്നുമല്ല, ആ ട്രോഫി അടിച്ച് എന്റെ തലക്കിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നാളിങ്ങനെ നീ വാലാട്ടി നടക്കും. നിന്റെ തോളത്തെ മഴയുടെ കുറച്ച് ഖരം. SP കോൾ ഉണ്ടായിരുന്നു. നൈറ്റ് മുഴുവൻ ടൗണിൽ പെട്രോളിംഗ് വേണമെന്ന് പറഞ്ഞു. അനുവേ CIന്റെ ജീപ്പ് എടുത്തോ.
ചെല് ഓ सबको भेज दिया। നീ ഇവിടെ നോക്കൂ. സുധീഷ് ഒന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടാ. എന്നാലും ഞാൻ വിളിച്ചോളാം. അതെ. ചാവയാ मारने की प्लानिंग इतना सारा നാളെ മനസ്സ് നിനക്ക് വിശപ്പും താളൊന്നുമില്ലടാ. നിന്റെ സമയം എടുത്തല്ലോടാ കഴിവേറി. നീ ഞങ്ങളുടെ വാരിക്കുഴിയിൽ വീണ ഒറ്റയാണല്ലടാ. നിന്റെ ദാഹവും വിശപ്പും ഒക്കെ എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയടാ. ചരിയും മുന്നേ നീ ഇതും കൂടി കേട്ടോ. നിന്റെ മകൻ എന്താ പറ്റിയെന്ന്. ബെൻസേ, നീ നിന്റെ നാട്ടുകാരോടും കൂട്ടുകാരോടും നിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ ചാകാൻ തയ്യാറായി ഒരുത്തൻ കെണിയിലേക്ക് കയറി വന്നതാ. കൊല്ലണം, കൊന്നു. കാട്ടിലെ രാജാവല്ലടാ കൊന്നത്, കാട് മുഴുവൻ കൂടെ നിന്നു. കളം നിനക്കെതിരാണല്ലോ മനസ്സിലായി. ഞങ്ങൾ കൊന്നത് രാജാവ് നിന്നെ കൊണ്ട് തന്നെ തീറ്റിച്ചു. ഇനിയിപ്പോ ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏതൊറ്റക്കൊമ്പം വന്നാലും കൊല്ലും. ओहो लॉ ऑफ द जंगल ना अभी देख മുരുകാ, तो मार ही डालेगा मैं। तो मरेगा। സാറേ ഇവന്മാരിത് പൊളിക്കൂ? അല്ല ഇവന്മാരിത് പൊളിക്കൂന്ന് എന്നാ സൗണ്ടാ സാർ? आ गया ना। क्या होना संबंध है?
ഓ ശരി. ഇവരൊന്ന് ബസ് സ്റ്റാൻഡിലാക്കിയത്. अबे तू जा मत, तू ही मरेगा. कैसे अंदर से डर- अबे उसके गाड़ी को हाथ नहीं लगा ना, मार डाले वो. നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ മറ്റേ വീട് കാട് കയറിയുന്നു. उसके बेटे को खींचा ऐसा लेके. अच्छा इसकी गाड़ी में ही था. मैन इंटेंस सीन. मतलब जिस हिसाब से वो जॉर्ज ने फ्रेम किया है वेंसरसी फैमिली को, मतलब पूरा बैकग्राउंड रिसर्च किया है. उसके बेटे को मार के उसी की गाड़ी के डिक्की में डाल के रखना, उसी से ड्राइव करके लेके जाना, पूरा प्लान लेआउट था, प्रीमेडिटेटेड था. बट बंदे का एक्टिंग बहुत कड़ा है. मतलब हंसते हंसते इतना लिटरली गुस्सा आता है देख के उसको. एक्चुअल में देखा जाए तो गाली निकलती है उसकी एक्टिंग देख के. एक्चुअली इतनी उसने मतलब एक्टिंग में जान डाल दी है. अमेजिंग. तो अभी मारते हैं उसको, ये करते हैं, उसकी फैमिली को भी टॉर्चर करते हैं और आखिर ब्लेम करते हैं कि तेरा सौतेला बेटा था, तूने ही उसको मारा है. बहुत सारे मतलब बहुत सारे लगाते हैं, अलग allegations लगाए हैं. लगाते हैं. तो देखते हैं अभी. वही हुआ ना, उसने वही बोला ठीक है कि बाबा अभी एक को तो उसने निपटा दिया, वो दूसरे को शायद मारा नहीं है इसके लिए, आई थिंक, क्योंकि उसको मालूम ही नहीं था इसके बारे नहीं, में. वो बोला था ना, उसने बोला भी था कि मुझे जंगल के रास्ते पता था, इसके लिए. हाँ, तो इसके लिए उसको जिंदा छोड़ दिया. हाँ. नहीं तो वो भी मरता. तो बहुत ही बढ़िया और इतना जबरदस्त फाइट वगैरह जो सीन्स वगैरह है, और हीरो सर तो एकदम फाइट में तो मास्टर ही थे, बहुत ही बढ़िया है. टेंस. चलो देखते हैं आगे. आई थिंक क्लाइमैक्स है इसके बाद. सो लेट्स वेट एंड वॉच गाइस. तब तक के लिए टेक केयर.